അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 30,000 പ്രൈസ് റേഞ്ച് എന്തുവന്നാലാവും. ആ ഒരു 30,000 പ്രൈസ് റേഞ്ചിൽ സാംസങ് ഇറക്കുന്ന ഏറ്റവും പുതിയ ഫോണാണ് സാംസങ് ഗാലക്സി F54 എന്ന് പറയുന്നത്. ഫോണിന്റെ പോസിറ്റീവ്സ് പറയുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഫോണിന്റെ ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ച് വരുന്ന പഞ്ച് ഹോളോട് കൂടിയ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സാംസങ്ങിന്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഇന്ന് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും മികച്ച ഡിസ്പ്ലേ ഉള്ള ഫോൺ തരുന്ന സാംസങ് ആണ്. സോ 120 ഹെർട്സിന്റെ റിഫ്രഷ് ആയിട്ടുള്ള സാംസങ്ങിന്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ വളരെ മികച്ച ഡിസ്പ്ലേ ആയിരിക്കും. ഇനി ഒരു പോസിറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ക്യാമറയാണ്. 108 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സൽ വരുന്ന ഡെപ്ത് സെൻസറും ഉണ്ട്. ഈ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറൊക്കെ ഉടായ്പാണ്, വേറെ ഒന്നുമല്ല, 3 ക്യാമറ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ ഒരു ഡെപ്ത് സെൻസർ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഈ ഡെപ്ത് സെൻസിങ് പരിപാടിയൊക്കെ അവർ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നതാണ്, ക്യാമറ ഒക്കെ ചുമ്മാ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ സാംസങ്ങിന്റെ 108 മെഗാ പിക്സലുള്ള ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം നല്ല ഫോട്ടോ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് ഒക്കെ സൂം ചെയ്തെടുക്കാൻ വേണ്ടി 10x ഡിജിറ്റൽ സൂം വരുന്നുണ്ട്. 6000 mAh ആണ് ഫോണിൽ ബാറ്ററി വരുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം വരെയും, എത്ര വലിയ ഹെവി യൂസർ ആണെങ്കിലും ഒരു ദിവസം ഈസി ആയിട്ട് കിട്ടും. ബാറ്ററി ലൈഫ് അതുകൊണ്ട് തന്നെ ഈ ഫോണിന്റെ ഒരു പോസിറ്റീവ് ആണ്. 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും അതുപോലെ തന്നെ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇന്ന് നിലവിലുള്ള ആൻഡ്രോയിഡ് ഫോണുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തരുന്നത് സാംസങ് ആണ്. ഫോണിന്റെ പോസിറ്റീവ് ഒക്കെ കഴിഞ്ഞു, നമുക്കിനി ഫോണിന്റെ നെഗറ്റീവ് പറയാം. ഇവിടെ ഫോണിന്റെ പോസിറ്റീവ് പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ ഫോണിന്റെ നെഗറ്റീവ് പറയാനാണ് ആളില്ലാത്തത്. ഈ ഫോണിന്റെ ഫസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് ചാർജറാണ്. ഫോണിൽ 6000 mAh ആണ് ബാറ്ററി വരുന്നത്, പക്ഷെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ആയിക്കോട്ടെ, 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്താൽ മതി, പക്ഷെ ബോക്സിനകത്ത് നമുക്ക് ചാർജർ തരുന്നില്ല. സാംസങ് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ S23 S23 അൾട്രയ്ക്കകത്തൊക്കെയാണ് അവർ ചാർജർ കട്ട് ചെയ്യുന്നത്. 1.5 ലക്ഷം ഫോൺ വിലയുള്ള ഫോണിലാണ് അവർ ചാർജർ കളഞ്ഞിരുന്നത്. അത് ആപ്പിൾ ചെയ്യുന്ന കണ്ടിട്ട് കോപ്പി അടിച്ചെന്ന് പറയാം. പക്ഷെ ഇപ്പൊ സാംസങ് അവരുടെ വില കുറഞ്ഞ ഫോണുകളിലെയും ചാർജർ എടുത്ത് കളഞ്ഞു. ഈ ഒരു 30,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള ഫോണുകളിൽ 120 വാട്ടിന്റെയും 67 വാട്ടിന്റെയും 65 വാട്ടിന്റെയും 50 വാട്ടിന്റെ ഒക്കെ ഫാസ്റ്റ് ചാർജർ ഒരു ബോക്സിനകത്ത് തരുമ്പോഴാണ് സാംസങ് ബോക്സിനകത്ത് ഫാസ്റ്റ് ചാർജർ തരുന്നില്ല എന്ന് മാത്രമല്ല, ആകെ സപ്പോർട്ട് ചെയ്യുന്ന 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഒരു 2.5 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ എന്തായാലും എടുക്കും ഫോൺ ചാർജ് ആകാനായിട്ട്. പിന്നെ ഫോണിന്റെ അടുത്ത നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഫോൺ വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. ആയിക്കോട്ടെ, ഈ 30,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളും പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, സാംസങ്ങിന്റെ ഈ ഫോണിന്റെ ഫ്രെയിം വരുന്നതും പ്ലാസ്റ്റിക്കിലാണ്. സാധാരണ എല്ലാ ഫോണുകളിലും ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആയിരിക്കും, പക്ഷെ ഫ്രെയിം വരുന്ന അലൂമിനിയത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലായിരിക്കും. പക്ഷെ സാംസങ്ങിന്റെ ഈ ഫോണിനകത്ത് വരുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിമാണ്. അതായത് ഫോൺ ചെറുതായിട്ടൊന്ന് താഴത്ത് വീണാൽ തന്നെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അബദ്ധം പറ്റി കയറി ഇരിക്കും എങ്ങനെ ചെയ്താൽ ഫോൺ അപ്പം തന്നെ ബെൻഡ് ആയി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ വാങ്ങുന്ന ആൾക്കാർ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള കേസ് യൂസ് ചെയ്താൽ വളരെ നല്ലത്. ഈ ഫോണിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഫോണിന്റെ പ്രോസസറാണ്. വേറെ ഒന്നുമില്ല, എക്സിനോസിന്റെ 1380 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. എക്സിനോസിന്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ചാത്തൻ ചിപ്സെറ്റ് ആണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 30,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും മികച്ച ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടെ F5 എന്ന് പറഞ്ഞാണ്. ഈ പോക്കോ F5 എന്ന് പറഞ്ഞ ഫോണിനകത്ത് വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗന്റെ 7th+ Gen 2 എന്ന് പറഞ്ഞ ഇടിവെട്ട് ചിപ്സെറ്റ് ആണ്. ഞാൻ ഇടിവെട്ട് ചിപ്സെറ്റ് എന്ന് ചുമ്മാ പറഞ്ഞതല്ല, AnTuTu സ്കോറിൽ ഏകദേശം 10 ലക്ഷമാണ് ഇതിന്റെ സ്കോർ. ഈ ചിപ്സെറ്റിന്റെ സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷമാണ്. ആ സ്ഥാനത്ത് ഈ സാംസങ്ങിന്റെ എക്സിനോസിന്റെ 1380 എന്ന് പറയുന്ന ചിപ്സെറ്റിന്റെ AnTuTu സ്കോർ എന്ന് പറയുന്നത് 5 ലക്ഷത്തിൽ താഴെയാണ്. അതായത് പോക്കോ F5 പറഞ്ഞ ചിപ്സെറ്റിന്റെ ഏകദേശം പകുതി സ്കോറേ വരുന്നുള്ളൂ ഈ സെയിം പ്രൈസിൽ ഇറങ്ങുന്ന സാംസങ്ങിന്റെ ഫോണിനകത്ത്. പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അത്യാവശ്യം മൂളയുള്ള ആൾക്കാർക്ക് അത് തിരിച്ചറിയാവുന്ന കേസേ ഉള്ളൂ. ഈ പോക്കോ F5 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അത് ബോക്സിനകത്തും വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഇടിവെട്ട് സ്പീക്കറാണ് ഈ ഫോണിനകത്ത് വരുന്നത്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പോക്കോ F5 ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാനതിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഞാൻ എന്റെ റിവ്യൂ ഇടാം. ഇനി നിങ്ങൾക്ക് പോക്കോയുടെ ഫോൺ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐക്യൂവിന്റെ ഫോൺ വരുന്നുണ്ട്. iQOO Neo 7 എന്ന് പറഞ്ഞ ഫോൺ വരുന്നുണ്ട്. അതിനകത്ത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫോൺ ഫുൾ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതും ബോക്സിനകത്ത് ചാർജറും വരുന്നുണ്ട്. ഇനി അതുമല്ലെങ്കിൽ മോട്ടറോളയുടെ എഡ്ജ് 40 എന്ന് പറയുന്ന ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോൺ വരുന്നുണ്ട്. അതിനകത്ത് 4500 mAh ആണ് ബാറ്ററി വരുന്നത്. പക്ഷെ 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. അതും ബോക്സിനകത്ത് വരുന്നുണ്ട്. 30,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നത് ഈ മോട്ടോ എഡ്ജ് 40 അതുപോലെ തന്നെ കാണാനായിട്ട് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോൺ ഇതായിട്ട് എനിക്ക് തോന്നിയത്. വേറൊന്നുമല്ല, വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. 7.4 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. വയർലെസ് ചാർജർ വരുന്നുണ്ട്. IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. അതുമാത്രമല്ല,
ഇതിൽ വരുന്ന അലൂമിനിയം ഫ്രെയിമാണ്. അതായത് ഫോൺ വരുന്നത് പ്ലാസ്റ്റിക്കിലാണെന്നുണ്ടെങ്കിലും ഫോണിൽ വരുന്നത് അലൂമിനിയം ഫ്രെയിമാണ്, അതുകൊണ്ട് തന്നെ ഡ്യൂറബിളും ആണ്. സാംസങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. സാംസങ്ങിന്റെ ഈ ഫോണിനകത്ത് വരുന്നത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അതായത് ഫോണിന്റെ പവർ ബട്ടണിലാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്. എന്തിനു വേണ്ടി? സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ വരുമ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വേണ്ട കൊടുക്കാൻ. വേറെ ഒന്നുമല്ല, കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയാണ്. മോട്ടോറോളയുടെ എഡ്ജ് 40 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഇനി അടുത്ത നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ സ്പീക്കറാണ്. ഒരേ ഒരു സ്പീക്കറേ വരുന്നുള്ളൂ, സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. അത് മോണോ സ്പീക്കറാണ് വരുന്നത്. കൂടുതൽ നല്ല സൗണ്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ ഓവർ പ്രൈസ്ഡ് ആണ്. ഈ ഒരു ഫോൺ എന്ന് പറയുന്ന ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഞാൻ ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു 30,000 രൂപയ്ക്കുള്ള സംഭവം ഈ ഫോണിനകത്ത് ഇല്ല. ഈ ഫോണിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 85% ആണ്. അതായത് 85% ഉള്ളൂ. മോട്ടോറോളയുടെ എഡ്ജ് 40 സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് 92 ആണ്. അതായത് വേറൊന്നുമല്ല, ഈ ചിന്നിന്റെ സൈസ് ഇല്ലേ, ആ ചിന്നിന്റെ സൈസ് ഒക്കെ മോട്ടോറോളയുടെ ഫോണിലൊക്കെ ചെറുതായിരിക്കും. ആ ചിഹ്ന് സാംസങ്ങിന്റെ ഈ ഫോണിനകത്ത് കുറച്ച് വലുതായിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പോസിറ്റീവ്സ് പറഞ്ഞതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാംസങ് 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും അതുപോലെ തന്നെ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒക്കെ തരുന്നുണ്ടെന്ന്. പക്ഷെ ഈ ഫോണിനകത്തിരിക്കുന്ന ചിപ്സെറ്റ് വെച്ചിട്ട് 5 വർഷമൊന്നും ഈ ഫോൺ ഓടിയല്ല. അതിനു മുമ്പ് ഈ ഫോണിന്റെ കാര്യത്തിൽ തീരുമാനമാവും. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം വേറൊന്നുമല്ല, ഞാൻ ഈ ഫോണിന്റെ റിവ്യൂ യൂട്യൂബിൽ നോക്കിയപ്പോൾ മലയാളത്തിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ടെക് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാവരും ഈ ഫോണിനെ പറ്റി ഗംഭീര അഭിപ്രായമാണ് പറയുന്നത്. ചിലർ പറയുന്നത് അണ്ടർ 30,000 വരുന്ന ഏറ്റവും മികച്ച ഫോണാണ്. അതുപോലെ തന്നെ ചിലർ പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് കില്ലറാണ്. ചിലർ പറയുന്നത് 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ വരുന്ന ഏറ്റവും മികച്ച ഗെയിമിംഗ് ഫോണാണ്. അങ്ങനെയൊക്കെയാണ് തള്ളിവിടുന്നത്. പക്ഷെ ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ റെപ്യൂട്ടേഷൻ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, നിങ്ങൾ പെട്ടെന്ന് ഓടി ഈ ഒരു പൊസിഷനിൽ എത്തിയതല്ല. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് കൊടുത്ത് ജനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു നിലയിൽ എത്തിയത്. നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ എത്തിയത് കൊണ്ടാണ് സാംസങ്ങിനെ പോലുള്ള കമ്പനിക്കാർ ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് 1 ആഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ നിങ്ങൾക്ക് കൊണ്ട് തരുന്നത്. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മൊബൈൽ കമ്പനിക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഫോണിന്റെ പോസിറ്റീവ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഫോണിന്റെ ഒരു നെഗറ്റീവ് പോലും നിങ്ങൾ പറയുന്നില്ല. ശരിയാണ്, മൊബൈൽ കമ്പനിക്കാർ അവരുടെ പ്രോഡക്റ്റ് തന്നിട്ട് നിങ്ങളോട് റിവ്യൂ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നെഗറ്റീവ്സ് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ മൊബൈൽ കമ്പനിക്കാർക്ക് വേണ്ടി അല്ല നിൽക്കേണ്ടത്. ഞാനിതൊരിക്കലും പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ അത് പറയാൻ കാര്യം വേറൊന്നുമില്ല. ഈ ഒരു ഫോണിന്റെ ഒക്കെ റിവ്യൂ ഇട്ടിട്ട് 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ വരുന്ന ഏറ്റവും മികച്ച ഫോൺ ഇതാണ്, അതുപോലെ ഏറ്റവും മികച്ച ഗെയിമിംഗ് ഫോൺ ഇതാണ്, ഏറ്റവും മികച്ച ക്യാമറ ഉള്ള ഫോൺ ഇതാണ്, എന്തൊക്കെ പറഞ്ഞാണ് നിങ്ങൾ സാധാരണക്കാരെ പറ്റിക്കുന്നത്? മലയാളത്തിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ടെക് യൂട്യൂബേഴ്സിൽ എനിക്ക് തോന്നുന്ന കുറച്ചെങ്കിലും എത്തിക്സ് ഉള്ളത് ഇപ്പൊ ഷസാമിന് മാത്രമാണ്. ഷസാമും പെയ്ഡ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി ചെയ്യുന്ന പെയ്ഡ് റിവ്യൂസിനകത്തും പുള്ളി ഒരു എത്തിക്സ് കാണിക്കുന്നുണ്ട്. പുള്ളി കൊള്ളിയല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധനം ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നത് കൊള്ളിയല്ല എന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല. എനിക്ക് ഇവരുടെ റിവ്യൂസിനകത്ത് ഇഷ്ടപ്പെടാതെ പോയാലും വേറൊന്നുമില്ല. ഈ ഫോണിന്റെ റിവ്യൂ ഇടുന്ന സമയത്ത് അവർ ഫോണിന്റെ ക്യാമറയെ പറ്റി പറയുന്ന സമയത്ത് ഫോണിലെടുത്ത ഫോട്ടോസ് ആണെന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് കാണിച്ചു. ഇത് എങ്ങനെയുണ്ടോ നിങ്ങൾ പറയാൻ. അതായത് ഈ ഫോൺ റിവ്യൂ ഇടുന്ന അവര് ഫോൺ നല്ലതാണോ ചീത്തയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതായത് ക്യാമറ മോശമാണെങ്കിലും മോശമാണെന്ന് അവർ പറയാണ്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാൻ. അതിനകത്ത് ഒരാളുടെ റിവ്യൂ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി ഗെയിം കളിക്കുന്നുണ്ട്. ഗെയിം കളിച്ചിട്ട് പുള്ളിക്കാരൻ പറയുവാണ് ഈ കാണുന്ന രീതിയിൽ ഗെയിം കളിക്കാമെന്ന്. എന്നാൽ ഗെയിം കളിച്ചിട്ട് ഗെയിം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ടോ, ഹീറ്റിംഗ് ഉണ്ടോ, ഇതിനെപ്പറ്റി ഒന്നും പുള്ളി പറയണില്ല. പുള്ളി ഗെയിം കളിച്ചോണ്ട് നിന്നിട്ട് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. എങ്ങനെയുണ്ടെന്ന് നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവന്റെയൊക്കെ റിവ്യൂ കാണേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും വിശ്വസിച്ച ഒരു ഫോൺ ഈ റിവ്യൂവേഴ്സ് പറഞ്ഞു കേട്ടിട്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്ക്. ഒരു ഫോൺ ലോഞ്ച് ആവുന്നതിന് മുമ്പ് ഈ ടോപ്പായിട്ട് നിൽക്കുന്ന റിവ്യൂവേഴ്സിന് എല്ലാവർക്കും അവർ ഫോൺ കൊടുക്കുന്നുണ്ട് യൂസ് ചെയ്ത് നോക്കാനായിട്ട്. അവർ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഫോണിന്റെ നെഗറ്റീവ്സ് പറയുകയില്ല, പോസിറ്റീവ്സ് മാത്രമേ പറയുള്ളൂ. നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവനെ റിവ്യൂ ചെയ്യാൻ പിന്നെ ഫോൺ കിട്ടിയില്ല. ഇനി നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ പറ്റി മിണ്ടിയല്ല, പ്രശ്നം തീർന്നല്ലോ. പോസിറ്റീവ്സ് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഫോൺ എടുക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഫോൺ ലോഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ ഫോണിന്റെ പോസിറ്റീവ്സ് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ചിലർ പറയും അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, അവിടെ ഇവിടെ തൊടാണ്ട് സംസാരിച്ച് ചിലർ പറയും. നിങ്ങളൊരു 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഫോൺ വാങ്ങരുത്. വേറൊന്നുമല്ല, ഈ ഫോണിനേക്കാളും വളരെ മികച്ച ഫോണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടെ F5 ആണ്. അതുപോലെ തന്നെ മോട്ടോറോളയുടെ എഡ്ജ് 40 ഉണ്ട്, ഐക്യുവിന്റെ Neo 7 ഉണ്ട്. ഒരിക്കലും പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂവേഴ്സ് പറയുന്നത് കേട്ടിട്ട് മണ്ടത്തരത്തിൽ ചെന്ന് ചാടരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.